സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്താ വെച്ചാൽ ഹോം തിയേറ്ററിനെ പറ്റിയാണ്. ഇപ്പോൾ എല്ലാ വീട്ടിലും മിക്കവാറും വീട്ടിലുള്ള സാധനമാണ് ഹോം തിയേറ്റർ. പക്ഷേ ആരും ഈ ഹോം തിയേറ്റർ വാങ്ങുമ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഒന്നും അത് മിക്ക ആൾക്കാരും നോക്കാറില്ല. മാത്രമല്ല, ഹോം തിയേറ്റർ വാങ്ങിയാൽ പലരും ഇപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര പവറൊന്നും ഒരു ഹോം തിയേറ്ററിന് കിട്ടാൻ സാധ്യതയില്ല. ഇപ്പോൾ കുറഞ്ഞ ചിലവിൽ ഏറ്റവും കൂടുതൽ ഹോം തിയേറ്റർ അവൈലബിൾ ആക്കുന്നത് നമ്മളെ ഒനിക്സ്, ഇംപെക്സ് പോലുള്ള കമ്പനിയാണ്. അതൊക്കെ ഏകദേശം ഒരു 3000 മുതൽ 5.1 നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. പക്ഷേ അത്ര പെർഫെക്ഷനും സറൗണ്ട് എഫക്റ്റ് ഒന്നും അതിൽ കിട്ടാറില്ല. അതുപോലെ തന്നെ ഈ ഹോം തിയേറ്ററുകൾ വർക്കിങ്ങിൽ അത്ര പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഏകദേശം ഒരു 3/4 സൗണ്ട് മാത്രമേ ഹോം തിയേറ്ററിൽ കിട്ടുള്ളൂ. അതിൻ്റെ മേലോട്ട് നമ്മൾ ആക്കുകയാണെങ്കിൽ ഒരു കരകരപ്പ്, ഡിസ്റ്റോർഷൻ ഫീൽ ചെയ്യും. സബ്ബൊക്കെ ഒന്നായിട്ട് നമുക്കൊരു പഞ്ചിങ് കിട്ടില്ല. അതാണ് ഇപ്പോൾ എല്ലാ ഹോം തിയേറ്ററുകളുടെ പ്രശ്നം. അതുമല്ല, അതിനുള്ളിലുള്ള കമ്പോണൻസ് നോക്കുകയാണെങ്കിൽ വളരെ ലോ ക്വാളിറ്റി കമ്പോണൻസ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് അതിലുള്ള ഹീറ്റ് സിങ്ക് ഒക്കെ. നമ്മുടെ മോസ്ഫെറ്റ് ബോർഡൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഹീറ്റ് സിങ്ക് ഒക്കെ വളരെ ചെറുതായിരിക്കും. അതുപോലെ ഭയങ്കര ഹീറ്റിംഗ് ആയിരിക്കും. ഒരു ഫാന് പോലും മിക്ക ഇതിലും ഉണ്ടാകാറില്ല. അപ്പോൾ ഞാൻ നേരത്തെ വന്ന സ്ഥലത്ത് നിന്ന് ചെറുതായിട്ട് ഇങ്ങോട്ട് മാറി. എന്താ വെച്ചാൽ അവിടെ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളൊരു ഹോം തിയേറ്റർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഹോം തിയേറ്ററിൻ്റെ ബോക്സ്. ഒനിക്സ് എന്ന കമ്പനീൻ്റെ OST 100 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് 45 വാട്ട്സ് RMS ആയിരുന്നു. പക്ഷേ ഞാനതൊന്നും നോക്കാതെ ആയിരുന്നു വാങ്ങിയത്. ഇന്ന് രാത്രി ഒരു ദിവസം പോയി തിരക്കിൽ വാങ്ങിയതാണ്. ഇതാണ് എൻ്റെ മോഡൽ. ഇൻസ്റ്റൻ്റ്ലി ചേഞ്ചിങ് യുവർ ഹോം ഇൻറ്റു തിയേറ്റർ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു വലിയ പവറും ഇതൊന്നും ഇല്ലാന്നില്ല. സൗണ്ടിന് തീരെ ക്ലാരിറ്റി കുറവാണ്. പിന്നെ ഇതിൻ്റെ സ്പീക്കേഴ്സും സബ്വൂഫറും ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇതാണ് അതിൻ്റെ സാറ്റലൈറ്റ് സ്പീക്കർ. ഏകദേശം 5 വാട്ട്സേ വരുന്നുള്ളൂ. വയറിന് വലിയ ലെങ്ത്തൊന്നുമില്ല. ഏകദേശം ഒരു 1-2 മീറ്റർ ഉണ്ടാവും. അത് ഇനി നമ്മൾ വയർ എക്സ്റ്റെൻഡ് ചെയ്യാച്ചാൽ അത്രയും വോളിയം കിട്ടില്ല. അങ്ങനെ പല കുഴപ്പങ്ങളുണ്ട്. അതാണ് എൻ്റെ സാറ്റലൈറ്റ് സ്പീക്കർ. പിന്നെ സബ്വൂഫർ ഞാനിപ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇതാണ് അതിൻ്റെ മെയിൻ യൂണിറ്റ്. അതായത് സബ്വൂഫർ, ആംപ്ലിഫയറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. സ്ക്രീന് ഇതിലുള്ളത് 4 ഇഞ്ച് സബ്വൂഫറാണ്. കാരണം ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ബാക്ക്. ഞാനിതൊന്ന് ഊരിൻ്റെ ഇൻസൈഡൊക്കെ നോക്കിയാണ്. വളരെ ലോക്കൽ ക്വാളിറ്റി ബോർഡ്സൊക്കെയാണ് ഇതിനുള്ളിലുള്ളത്. പിന്നെ ഹീറ്റ് സിങ്കൊക്കെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തതാണ്. കുറേ ഡിസഡ്വാൻറ്റേജ് സീനുണ്ട്. ഹോം തിയേറ്റർ നിങ്ങൾ വാങ്ങാതിരിക്കുക മാക്സിമം. ഫിലിപ്സ് ഏകദേശം ഇതേ മോഡൽ ഇറക്കുന്നുണ്ട്. അതൊക്കെ ലോ ക്വാളിറ്റിയാണ്. ഫിലിപ്സ്, ഒനിക്സ്, ഇംപെക്സ് എല്ലാം ഏകദേശം ഒരേ ക്വാളിറ്റിയൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ നിങ്ങളെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ, നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ കുറച്ച് കളക്ട് ചെയ്ത് വെച്ച് അവസാനം നല്ലൊരു ആംപ്ലിഫയർ ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ സോണീൻ്റെ നല്ലൊരു ഹോം തിയേറ്റർ അവൈലബിൾ ആണ്. ഒരു 21,000 വരും ഇതിൻ്റെ റേറ്റ്. പക്ഷേ പക്ക ക്വാളിറ്റിയാണ്. ഒരു കരകരപ്പ് ഇങ്ങനത്തെ ഒരു സംഭവം അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആംപ്ലിഫയർ വാങ്ങരുത്, കടയിൽ നിന്ന് വാങ്ങരുത്. കാരണം അതിന് വലിയ ക്വാളിറ്റി, ഒരു കൂളിംഗ് ഫാനൊന്നും ഉണ്ടാവില്ല. ഭയങ്കര ഹീറ്റിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ ആംപ്ലിഫയർ ചെയ്യുന്ന ആൾക്കാർ ഓരോരുത്തർ നിങ്ങൾ ചെയ്യിപ്പിക്കുക. ഓരോരുത്തർ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് റേറ്റ് കുറഞ്ഞ് നല്ല ക്വാളിറ്റി ആയിരിക്കും. പക്ക ക്വാളിറ്റി സാധനമായിരിക്കും. നല്ല ക്ലിയറൊക്കെ ഉണ്ടാകും വോയിസ്. എൻ്റെ അടുത്തുണ്ടായിരുന്ന ഹോം തിയേറ്റർ ഞാൻ ഓൺ ഓഫറിന് വാങ്ങിയതാണ്. അതൊരു 5,500 റുപ്പീസ് ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഓൺ ഓഫറിന് 3,300 നമുക്ക് കിട്ടിയത്. വലിയ ഉപയോഗമൊന്നും അതിനെക്കൊണ്ടില്ല. അതിന് അവസാനം ഒഴിവാക്കുകയാണ് ചെയ്തത്. ഒരു ക്ലാരിറ്റിയും ഇല്ല. സൗണ്ട് ക്ലാരിറ്റിയൊക്കെ വളരെ പോക്കാണ്. ഞാൻ കാണിച്ചു തരാം ഹോം തിയേറ്റർ. നിങ്ങളിതുപോലത്തെ കുറഞ്ഞ റേറ്റ്, അതായത് 3,000-4,000 രൂപയ്ക്ക് കിട്ടുന്ന ഹോം തിയേറ്റർ മാക്സിമം വാങ്ങാണ്ടിരിക്കുക. ഇപ്പോൾ ആമസോണിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2,500 രൂപയ്ക്ക് 7.1 കിട്ടും. പക്ഷേ വലിയ ബാക്കി പവറും നമ്മൾ പ്രതീക്ഷയുണ്ട്. കാരണം 2,500 രൂപയ്ക്കാണ് കിട്ടുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളിത് വാങ്ങാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.